ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് 3 ബെഡ്റൂമുള്ള ഒരു കിടിലം 2 നില വീടാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ഇരട്ടക്കലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. തച്ചോട്ടാവിന് നിയറസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഇരട്ടക്കലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് 3.5 സെൻറ്റിലാണ്. 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വീടാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ നമ്മളിതാ ഈ കാണുന്ന പോലെ ഫ്രണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്, വേറെ വീടുകൾ കാണാൻ സാധിക്കും. അപ്പം നീറ്റായിട്ടുള്ള ഒരു റോഡ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, തറ ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നമുക്ക് കാർ പോച്ച് ഉണ്ട് കണ്ടോ, ഒരു കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് പൈപ്പും നമുക്ക് കൂടാതെ കിണറും അവൈലബിൾ ആണ്. കിണറ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡോറ് വരുന്നത് നമുക്ക് കിച്ചൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടുള്ള വഴിയാണ് നമുക്ക് ഈ ഒരു ഡോറ് വരുന്നത്. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് കണ്ടോ, ഫ്രണ്ട് ഏരിയ എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നോക്കാം. ഇതാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന സൈഡിൽ വരുന്ന ഈ വുഡെല്ലാം തന്നെ നമുക്ക് തേക്കിലുള്ള പാനലാണ്, വുഡൻ പാനലാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് നമുക്ക് തേക്കാണ് വരുന്നത്, നോക്കാം. പിന്നെ ഇതാണ് നമുക്ക് സിറ്റ് ഔട്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ഇതാണ് മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത് കണ്ടോ, നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് തേക്കിലാണ് നമുക്ക് ഈ ഒരു ഡോർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഈ നേരൊക്കെ വരുമ്പോൾ കാണുന്നത് ഇതൊരു ലിവിങ് ഏരിയയാണ് കണ്ടോ. അവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തറയിലെ ടൈലെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഈ ഒരു TV യൂണിറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത് കണ്ടോ. ഒരു മീഡിയം റേഞ്ചിലുള്ള TV ഒക്കെ നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഫുള്ള് തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് നമുക്ക് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സീലിംഗ് വർക്ക് ഉണ്ടോ, പ്രൊഫൈൽ ചാനലായിട്ട് സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമ്മുടെ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. കുറച്ച് ഡൈനിങ് ഏരിയ കുറേ കൂടെ സ്പേസ് ഉണ്ടോ. അപ്പോൾ നമുക്കിവിടെ വിശാലമായിട്ട് ഒരു ഡൈനിങ് സ്പേസ് കാണാൻ പറ്റും കണ്ടോ, നല്ല സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു മിററ്, സിങ്ക് ഒക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് 2 ഭാഗത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഇവിടെയാണ് വരുന്നത് കണ്ടോ, ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചണിൽ നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ഒലിവ് ഗ്രീൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലാക്ക് ബോർഡറും ഈ ഒരു ഒലിവ് തീമും കൂടെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. കിച്ചൺ കുറച്ച് സ്പേസും ഉണ്ട് കണ്ടോ, കിച്ചണൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു എടുപ്പുണ്ട് വീടിന്. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടുത്തെ സിങ്ക് ഉണ്ടോ, ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള സിങ്കാണ്. നമുക്ക് പാത്രമൊക്കെ കഴുകാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റും. ഇതാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ട് ഗ്ലാസ്സിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ധാരാളം നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ കബോർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിന് ടൈൽ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈൽ എവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പുറത്തായിട്ട് ഒരു വർക്ക് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ, അതിനും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെളിയിൽ വെച്ച് കണ്ടത് ഈ ഒരു ഡോറാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി കിച്ചൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ കാഴ്ച വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. അപ്പോൾ നമുക്ക് ആ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ സൈഡിൽ കണ്ട നല്ലൊരു ഡിസൈൻ കൂടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈപ്പ് ഒക്കെ വരുന്ന ഒരു വാൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നുണ്ട്. ഒരു 3 ഡോർ ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തതാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ തറയിൽ കണ്ട ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാത്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് കണ്ടോ, തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലത്തെ ടൈൽ കണ്ട ഈ ഒരു പാറ്റേണാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മിറർ, സിങ്ക് വരുന്നുണ്ട്, ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് മുകളിലോട്ട് പോകുന്നത് കണ്ടോ, അങ്ങനെയാണ് നമുക്ക് ഇനി മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ കയറിയിട്ട് കാണാം. നമുക്ക് കയറി പോകുന്ന ഈ ഭാഗത്ത് ചുമരുണ്ട് ഫുള്ളും തന്നെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്
അതിന് കൊടുത്തേക്കുന്ന ലുക്ക്. ഇനി നമുക്ക് കയറി പോയിട്ട് ബാക്കി മുകളിലോട്ടുള്ള കാഴ്ച എടുക്കണം. അപ്പോൾ സൈഡിലത്തെ ഹാൻഡിൽസ് വുഡും സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടാണ് കണ്ടത് ഈ ഒരു ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് നേരെ മുകളിൽ പോകാം. അപ്പോൾ മുകളിലോട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ അവിടെ നിന്ന് നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മുകളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മുകളിലെ ഫാൻസി ലൈറ്റിങ് കൊടുത്തിട്ടുള്ളത്. സൈഡിലെല്ലാം നല്ല വാളാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് നേരെ വരുന്നത് ഈ മുകളിൽ ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോർണറിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് കണ്ടോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷനും ഇൻ ഔട്ട് എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുകളിലത്തെ ലിവിങ് ഏരിയ ഇത്രയാണ് വരുന്നത് കണ്ടോ. ഇത്രയും സ്പേസ് നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട് കണ്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെയും ഒരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴത്തെ അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ടെക്സ്ചർ വർക്ക് ബാക്ക് സൈഡിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് TV യൂണിറ്റ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ സ്പേസ് വരുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു മുകളിലത്തെ ലിവിങ് ഏരിയയിലുണ്ട്. ഇവിടെ 2 ബെഡ്റൂം ഉള്ളത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഒരു ബെഡ്റൂം അപ്പുറത്ത്. ഈ 2 ഭാഗത്തായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമുകൾ കയറി കാണാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂമാണ് കാണേണ്ടത്. നമുക്ക് സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റിങ് മുകളിൽ സീലിങ്ങിൽ വരുന്നുണ്ട്. സൈഡിൽ ഒരു വാൾ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെ ഇവിടുത്തെ വാർഡ്രോബുണ്ട്. 3 ഡോർ തന്നെയാണ്. മിററൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പിൻ്റെ ഏര് വരുന്നുണ്ട്. താഴെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്, എന്നാലും നമുക്ക് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടെയിൽ പാറ്റേൺ എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി മിറർ സിങ്ക് എല്ലാ സംഭവവും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമതൊരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെയും അപ്പുറത്ത് കണ്ട അത്രയും സ്പേസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെയും വാളിൽ കണ്ട ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് സീലിങ്ങിൽ വരുന്നത്. നമ്മളപ്പുറത്ത് കണ്ട സെയിം ടൈപ്പ് തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും സെയിം നമ്മൾ താഴെ കണ്ടില്ലേ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമിന് നല്ല സ്പേസ് ഉണ്ട്. ഒരു ബെഡ്റൂം മാത്രമേ ചെറിയൊരു സ്പേസ് കുറവായിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത് കേട്ടോ. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി വരുന്നുണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. മുകളിൽ നമുക്കിവിടെ മൊബൈൽ ചാനലിൻ്റെ മുകളിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റീലും ഗ്ലാസ്സൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഹാൻഡിൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു വുഡൻ പാറ്റേൺ നമ്മൾ ഇവിടുത്തെ തൂണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 73 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീട് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയുള്ള വീടാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണ് നിങ്ങൾ വേണ്ടത് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീടൊക്കെ വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ പരിചയപ്പെടാം. എല്ലാവർക്കും ബൈ.